ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോണർ 90 എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഹോണർ ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നത് ഈ ഹോണർ 90 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വെച്ചിട്ടാണ്. 40,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോൺ അവർ പ്ലേസ് ചെയ്തത്. അതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 1 ചിപ്സെറ്റ്, അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിനുണ്ടായിരുന്നു. പിന്നെ ഹോണർ എന്ന് പറയുന്ന ചൈനയിൽ നിന്ന് വന്ന ഒരു കമ്പനി ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ആരും 40,000 രൂപ ഒക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ആമസോൺ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിന് 20,000 രൂപയ്ക്കാണ് അവർ, കുറച്ച് യൂണിറ്റുകളാണ്, ലിമിറ്റഡ് സ്റ്റോക്കാണ് അവർ സെല്ല് ചെയ്തതെന്നുണ്ടെങ്കിലും എനിക്കും കിട്ടി ആ ഒരു കുറഞ്ഞ റേറ്റിന്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ചെറിയ ചളി പറഞ്ഞിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കണ്ണാടി നന്നായാൽ ചങ്ങാതി അങ്ങനെ അല്ലല്ലോ അല്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഇവിടെ ഈ ഹോണർ 90യുടെ കാര്യത്തിൽ ഹോണർ 90 ഉണ്ടെങ്കിൽ വേറെ കണ്ണാടി വേണ്ട എന്നുള്ളതാണ്. നല്ല മിറർ ഫിനിഷാണ്. ഇപ്പോൾ മുടി ഇരുന്നെങ്കിലോ മുഖം നോക്കണം എന്നുണ്ടെങ്കിലോ അത്യാവശ്യം ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മതി. നല്ല രീതിക്ക് നല്ല റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. എനിവേ, ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് വരുമ്പോൾ ഇത്തരത്തിൽ നല്ലൊരു മിറർ ഫിനിഷിലാണ് ഇതിൻ്റെ ബാക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ആ ഒരു കർവായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല സ്മൂത്താണ്. ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്, നല്ല അഴുക്ക് പറ്റി പിടിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെ ഒരു കേസ്, ട്രാൻസ്പെറൻറ്റ് കേസ് കിട്ടിയിട്ടുണ്ട്. നല്ല യെല്ലോ കളർ ആവുന്ന നോർമൽ കേസ് തന്നെയാണ്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാൾനട്ടും കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഞാൻ അത്തരം സാഹസത്തിനൊന്നും ഇവിടെ മുതിരുന്നില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ല, അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെയാണ് തരുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ടില്ല. സോ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. കാരണം അടിപൊളി ഡിസ്പ്ലേ, ഒരു പ്രോ ലെവൽ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ലെവലിലുള്ള ഡിസ്പ്ലേ ആണ് ഹോണർ ഈ ഒരു 90 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, HDR 10+ൻ്റെ സപ്പോർട്ട്, 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. സോ ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റിക്കൊന്നും യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഇല്ല. ഇനി ഇതിൽ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്ര ലോ ലൈറ്റിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലിക്കറിങ് മൂലം നമുക്ക് തലവേദന ഉണ്ടാവുക, അങ്ങനെ എന്താ പറയുക, മനം പുരട്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ കണ്ണിന്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബ്ലൂ ലൈറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഹാർഡ്വെയർ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം തികഞ്ഞ ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണെന്ന് പറയാം നമുക്ക്. നല്ല സ്മൂത്തായിട്ട് ഏത് ആപ്ലിക്കേഷനും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നമുക്കത് ഫീലും ചെയ്യുന്നുണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ആമസോണോ ഏത് OTT പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ പോലും വീഡിയോ കാണാനൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുള്ളൊരു കിഡിലൻ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയുടെ കൂടെ നമ്മൾ ഇതിൻ്റെ ഓഡിയോ കൂടെ പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇതിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടില്ല. 40,000 രൂപയ്ക്ക് താഴെ ഇറങ്ങിയ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, മോണോ സ്പീക്കർ ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നല്ല രസമായിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിന് സൗണ്ട് ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു അവസ്ഥയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മോണോ സ്പീക്കർ ആണെന്നുണ്ടെങ്കിലും അത്ര ലൗഡോ ഒന്നുമല്ല. പറയട്ടെ 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിൽ വരുന്ന സൗണ്ട് പോലും ഈ ഒരു ഫോണിൽ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നില്ല. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബ്ലൂടൂത്ത് തന്നെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് നെഗറ്റീവ്. ഇനിയും ഒരുപാട് നെഗറ്റീവുകൾ പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് നെഗറ്റീവാണ് ഇതിൻ്റെ ഓഡിയോ സൈഡ്. സോ ഡിസ്പ്ലേ സൂപ്പറായിട്ട് കിഡിലൻ പ്രോ ലെവൽ ഡിസ്പ്ലേ കൊടുത്തപ്പോൾ ഓഡിയോ അവർ വൻ ഷോക്കാക്കിയിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1ൻ്റെ ചിപ്സെറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 40,000 രൂപയ്ക്ക് ഇറങ്ങിയ ഒരു ഫോണിൽ 7 Gen 1 നമുക്ക് 30,000 രൂപയ്ക്ക് 31,000 രൂപയുടെ ഫോണിൽ 8 Gen 2യുടെ ചിപ്സെറ്റ് കിട്ടുമ്പോൾ ഇവിടെ 40,000 രൂപയ്ക്ക് 7 Gen 1ൻ്റെ ചിപ്സെറ്റ്. സോ അവിടെ തന്നെ വീണ്ടും കയ്യിൽ നിന്ന് പോയി. എനിവേ, എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ലാഗാവുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു സ്പെക്ക് നോക്കുമ്പോൾ അത് നല്ല ഡൗൺ സൈഡിൽ തന്നെയാണ്.
ഇനി ഇതിൻ്റെ എന്താ പറയുക ഹീറ്റിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഡിസ്പ്ലേ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓവർ പവർ വലിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഫോണിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ സൈഡും ചെറിയ രീതിക്ക് ഇങ്ങനെ വാമായിട്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അത് ആ ഒരു പ്രൊസസ്സറിൻ്റെ പ്രശ്നം, ആ ഒരു പവർ കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അങ്ങനെ ഒരു ഹീറ്റ് വരേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നേരം ക്യാമറ ഒക്കെ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു നോർമൽ ഹീറ്റിംഗ് ഇഷ്യൂ അതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലും ബാക്ക് സൈഡിലും അത് ഏത് ചെറിയ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പോലും വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 13 ബേസ്ഡ് മാജിക് OS 7.1 ആണ്. ഈ 7.1 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാനായിട്ട് നമുക്ക് മറ്റു ഫോണുകളൊന്നുമില്ല. മറ്റ് കോമ്പറ്റീറ്റർ ഫോണുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ UI കുറച്ച് ഡൗൺ സൈഡാണ്. ഇപ്പോൾ ഈവൻ OnePlus ആണെങ്കിലും സാംസങ് ആണെന്നുണ്ടെങ്കിലും ഐക്യൂൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇതിൽ വരുന്ന ഡയലർ എന്ന് പറയുന്നത് ഈ മാജിക് OSൻ്റെ ഡയലറാണ് വരുന്നത്. നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ആനിമേഷൻ കാര്യങ്ങളെല്ലാം അത്ര സ്മൂത്ത് അല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് തോന്നി. ഐക്കൺസ് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളെല്ലാം എന്തോ മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു കൂൾ ഫീല് ഇവിടെ കിട്ടുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം. എനിക്കെന്തോ അത്ര സുഖകരമായിട്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ ഫീൽ ചെയ്തില്ല. നമ്മളിതിൻ്റെ ഗെയിമിങ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ പക്ഷേ പബ്ജിയൊക്കെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, HDR അൾട്രയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ആസ്ഫോൾട്ട് ലെജൻഡൊക്കെ നല്ല രീതിക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. സോ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. ഗെയിം ഇതിൽ കളിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് എന്തായാലും ഇതിൻ്റെ പ്രോസസ്സർ നമുക്ക് തരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫേസ് ചെയ്യും. ഫേസ് അൺലോക്ക് അതേപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് രണ്ടും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ സൈഡിൽ അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡിൽ ഇത്രയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. എന്തായാലും ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ യാതൊരു കാരണവശാലും എടുക്കരുത്. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ് ഉണ്ടെങ്കിൽ ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് കിട്ടും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ കാര്യങ്ങളെല്ലാം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിയുടെ സൈഡിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറയാനായിട്ടില്ല. ഇപ്പോൾ ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ബാറ്ററി ഓവറായിട്ട് ഡ്രെയിൻ ആയി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് 5G ആണ്, അതേപോലെ തന്നെ ഗെയിമിങ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഉപയോഗം കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് ബാറ്ററിയും ഇറങ്ങിപ്പോവും. ഇപ്പം നൈറ്റ് ഡ്രൈനിങ് ഇഷ്യൂ, അതായത് ഐഡിലായിട്ട് ഇരിക്കുന്ന സമയത്ത് ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ, 4Gയിലാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇറങ്ങിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിൽ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. സോ ഒരു ഡീസൻറ്റ് ബാറ്ററി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇനി എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു മാജിക് OSും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ക്യാമറയുടെ കാര്യത്തിലോട്ട് കടക്കാനായിട്ട് കുറച്ച് വൈകി. ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് ഞാൻ ഓവറോൾ നോക്കി തുടങ്ങിയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാണ്ടല്ലോ, കിഡിലൻ ഔട്ട്പുട്ടാണ്. 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. അതിൽ 2 മെഗാപിക്സലിൻ്റെ ആ ഒരു ഡെപ്ത് സെൻസർ നമുക്ക് വിട്ടുകളയാം, ഒരു കാര്യമില്ല. 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കളറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാമറ ഉണ്ട്. ഒരു നല്ല ലൈറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുമെന്ന് മാത്രം. ലോ ലൈറ്റ് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ ഗ്രെയിൻസ് കയറി വരുന്നുണ്ട്, ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മിസ്സാവുന്നുണ്ട്. ഇനി 200 മെഗാപിക്സലിൻ്റെ ആ ഒരു മെയിൻ സെൻസറിലോട്ട് വരുമ്പോൾ അവനാണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ നോട്ടീസ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കണ്ടീഷനിൽ നല്ല ലൈറ്റ് വരുന്ന സൺലൈറ്റിൻ്റെ ഡയറക്റ്റ് നമ്മളുടെ ആ ഒരു ഫേസിൽ അടിക്കുന്ന സമയത്ത് ഒരു റെഡ് ടോണ് ചില സമയത്ത് ഫേസിലോട്ട് കയറി വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം എപ്പോഴും ഇല്ല, ചില സമയത്ത് മാത്രം ആ ഒരു റെഡിഷ് ഇങ്ങനെ ഫേസിൽ നമുക്കത് അറിയാൻ പറ്റും. ഇതെന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നത് എന്നുള്ളൊരു ചില സമയത്ത് തോന്നുന്നുണ്ട്. അതല്ലാത്ത പക്ഷം കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നത്. ഇതിൻ്റെ വീഡിയോയിലോട്ട് വരുമ്പോൾ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. കിഡിലൻ സ്റ്റെബിലിറ്റി, 4Kയിൽ നമുക്ക് ഇത്രയും സ്റ്റെബിലിറ്റി തരുന്ന എന്താ പറയുക, ഒരു പ്രോ ലെവൽ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് സാംസങ്ങിൽ S23 സീരീസിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്കിവിടെ പേഴ്സണലി ഫീൽ ചെയ്തത്. അത്രയും കിഡിലൻ സ്റ്റെബിലിറ്റിയാണ് നമുക്കിവിടെ മെയിൻ സെൻസർ 4Kയിൽ തരുന്നത്. സ്ലോ മോഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 60ൽ
ഫുൾ എച്ച് ഡിയിൽ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷേ 4K ഔട്ട്പുട്ട് തന്നെ ശരിക്കും ഞെട്ടിച്ചു. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഡീസൻ്റ് അല്ല, എബോവ് ഏവറേജ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസാണ്, നല്ല ക്ലിയർ ഉള്ള നല്ല ഡെപ്ത് ഉള്ള ഫോട്ടോസാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിലെ ക്യാമറയിലും ഫ്രണ്ടിലെ ക്യാമറയിലും നമുക്ക് പോർട്രേറ്റിൻ്റെ ആ ഒരു ഡെപ്ത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തന്നെ ആ ഒരു ഡെപ്ത് എത്രത്തോളം വേണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിക്ക് അത് വർക്കും ചെയ്യുന്നുണ്ട്. നോർമൽ ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് തന്നെയാണ് സെൽഫി ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ട്യൂബ് ലൈറ്റിൻ്റെ അണ്ടറിലോ ബൾബിൻ്റെ അണ്ടറിലൊക്കെ നിന്ന് എടുക്കുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഔട്ട്പുട്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ഔട്ട്പുട്ടിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട്. ഹോണർ 90 ഫോണിൻ്റെ 4K at 30 ഫ്രെയിം സെക്കൻഡുള്ള വീഡിയോ സാമ്പിളാണ് കാണുന്നത്. നല്ല അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും ആ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ക്യാമറയുടെ സൈഡിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫോൺ തന്നത്. അത് ബാക്ക് ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിലും എടുത്ത് പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ ചെറിയൊരു റെഡ് ടോൺ കയറി വരുന്നുണ്ട് എന്ന് മാത്രം. അതും എപ്പോഴും ഇല്ല, ഡയറക്റ്റ് സൺലൈറ്റ് നമ്മളുടെ മുഖത്ത് അടിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, ഇതൊരു 5G ഡിവൈസ് ആണ്. പക്ഷേ 5Gയിൽ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്ററി ഇറങ്ങി പോകുന്നുണ്ട്. നന്നായി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് ഒരു ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ വൈഫൈ കാര്യങ്ങളെല്ലാം അത്യാവശ്യം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല. NFC വരുന്നുണ്ട്. ഇൻഫ്രാ റെഡിൻ്റെ ആ ഒരു IR ബ്ലാസ്റ്ററിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. സോ കണക്ടിവിറ്റിയുടെ സൈഡിൽ ഈ ഒരു 5Gയിൽ ഇടുമ്പോൾ ബാറ്ററി ഇറങ്ങി പോകുന്ന ഒരു പ്രശ്നം ഒഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. കോള് ഡ്രോപ്പായി പോവുക, റേഞ്ച് എടുക്കാത്ത പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ നെറ്റ്വർക്ക് സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല. സോ ഇതാണ് ഹോണർ 90 എന്ന് പറയുന്ന ഫോണിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 25,000 രൂപയ്ക്ക് താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നല്ല ഡിസ്പ്ലേയും നല്ല ക്യാമറയും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പരിഗണിക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് പെർഫോമൻസ് ഉണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഗെയിമിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കാര്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വേണ്ട എന്ന് വെക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ സൈഡും നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് മോണോ സ്പീക്കറാണ്. അത്ര ലൗഡായിട്ടുള്ള നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഓഡിയോ സൈഡിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ നോർമൽ പ്രൈസിന് 30,000 രൂപയ്ക്കൊന്നും ഈ ഒരു ഫോൺ യാതൊരു കാരണവശാലും എടുക്കരുത്. എനിക്ക് കിട്ടിയത് 20,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പം ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് ഒരുപാട് പൊക്കി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു പ്രൈസ് കൂടി എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ യാതൊരു കാരണവശാലും 25,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.